Okay, in a previous class, we are already studied about, I think, plants nutrition വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഹ്യൂമൻ ബീയിങ്സിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ ഒരു ഡൈജഷൻ നടക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡൈജഷൻ സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് മൗത്തിലൂടെയാണ് അല്ലേ, മൗത്തിലൂടെയാണ് നമ്മൾ ഫുഡ് എടുക്കുന്നത്. അപ്പോൾ അവിടെ മൗത്തുണ്ട്, പിന്നെ അവിടെ ഓറൽ ക്യാവിറ്റി ഉണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടങ് ആൻഡ് ടീത്ത്. ആൻഡ് അവിടെ നമുക്കറിയാം നമ്മുടെ മൗത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള സലൈവയിൽ പ്രസൻ്റ് ആയിട്ടുള്ള സലൈവറി ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവറി ഹാമലൈസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിൾ ഫോമിലേക്ക് മാറ്റാം. സ്റ്റാർച്ചിൻ്റെ പാർഷ്യലി ഡൈജഷൻ നടക്കുന്നത് നമ്മുടെ മൗത്തിൽ വെച്ചിട്ട് തന്നെയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലൈവറി അമലൈസ്. ഓക്കെ, അവിടെ നിന്ന് നമുക്കറിയാം നമ്മുടെ മൗത്ത് മുതൽ നമ്മുടെ ഏനസ് വരെയുള്ള പാർട്ടിനെയാണ് നമ്മൾ എലമെൻ്ററി കനാൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ പാർട്ടും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മൗത്തിനെ വെച്ചിട്ട് പ്രത്യേകം പഠിക്കാനൊന്നുമില്ല, നമുക്കറിയാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീത്ത് ആൻഡ് സലൈവറി അമലൈസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഹെൽപ്പോട് കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് നമ്മുടെ മൗത്തിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ മൗത്ത് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ പാർഷ്യലി നടക്കുന്നത്. കംപ്ലീറ്റ് ഡൈജഷൻ അല്ല, പാർഷ്യലി നടക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലൈവറി അമലൈസിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ മൗത്തിൽ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് ഈസോഫാഗസ് ആണ്. നമുക്കറിയാം പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് വഴിയാണ് നമ്മുടെ ഫുഡ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് മീൻസ് നമുക്കറിയാം വേവ് ലൈക്ക് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് എന്ന് പറയാം. ഇവിടെ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റിൻ്റെ പിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ്. നമുക്കറിയാം ഇവിടെ പിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ആണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് അല്ലേ. ബിഗ് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ആണ് ഇത് ഇവിടെയുള്ളത്. അതിനെ വീണ്ടും ചെറുതാക്കി അതായത് സെഗ്മെൻറ്റേഷൻ ആണ് ഒരു പ്രോസസ്സിൽ നടക്കുക. അതായത് നമ്മുടെ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് വഴി എൻ്റർ ഇൻ ടു ദ സ്റ്റൊമക്കിലേക്ക് എത്തുന്നത് വരേക്കും നമ്മുടെ ഫുഡിനെ അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളായിട്ട് മാറ്റുന്നുണ്ട്, ജ്യൂസി ഫോമിലേക്കാക്കി മാറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. പാർട്ടാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുമ്പോഴേക്കും ഫുഡ് നമ്മൾ പേസ്റ്റി ഫോമിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡ് നേരെ ചെന്നെത്തുന്നത് സ്റ്റൊമക്കിലേക്കാണ്. അപ്പോൾ സ്റ്റൊമക്കിൽ നമുക്കറിയാം ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതുപോലെ അവിടെ ഒരു അസിഡിക് മീഡിയം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസാണ് HCl. ഈ HCl നമ്മുടെ ഫുഡിലുള്ള ജേംസിനെയൊക്കെ ഡെസ്ട്രോയ് ചെയ്യുന്നു അല്ലേ. അതേപോലെ തന്നെ ഫുഡിൻ്റെ നമ്മുടെ pH റെഗുലേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതുപോലെ തന്നെ അവിടെ മ്യൂക്കസ് പ്രസൻ്റാണ്. അതേപോലെ തന്നെ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമും പ്രസൻ്റാണ്. പെപ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പെപ്സിൻ്റെ ഡ്യൂട്ടി. അതേപോലെ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചറാണ് എന്ത് മ്യൂക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂക്കസ് ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ HCl എന്ന് പറയുന്നത് ഒരു ആസിഡാണ് അല്ലേ. അപ്പോൾ ഈ ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ആസിഡിൻ്റെ ആക്ഷനിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാളിൽ മ്യൂക്കസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്റ്റൊമക്കിലുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. ലിവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിവർ നമ്മുടെ ഫാറ്റ് മോളിക്യൂൾസിനെ നമ്മുടെ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിലുള്ള ബിഗ് ഫാറ്റ് മോളിക്യൂൾസിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുക, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മോൾ ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റുക എന്നുള്ളതിനെയാണ് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈൽ ജ്യൂസാണ്. അത് ഒരിക്കലും നോട്ട് എൻ എൻസൈം അല്ല, അതൊരു ബൈൽ ജ്യൂസാണ്. അപ്പോൾ ഇത് ഈ ഒരു ബിഗ് ഫാറ്റ് മോളിക്യൂൾസ് ഇൻ ടു സ്മോൾ ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റുന്നതിന് നമ്മൾ ഓൾസോ നോൺ ആസ് എന്താ വിളിക്കുക, എമൾസിഫിക്കേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് എമൾസിഫിക്കേഷനാണ്, ഇതാണ് നമ്മുടെ ലിവർ. അപ്പോൾ നമുക്കറിയാം ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലിനെ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇതാ ഇവിടെ കാണുന്ന ഗോൾ ബ്ലാഡർ. ഓക്കെ, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗോൾ ബ്ലാഡറിലാണ്. അതുപോലെ തന്നെ ലിവറിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് പാൻക്രിയാസ് അവിടെ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ
ഇവർ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇതേ സെയിം ഗോൾ ബ്ലാഡറിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ബൈൽ ജ്യൂസും പാൻക്രിയാറ്റിക് ജ്യൂസൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണെന്ന് പഠിക്കുക. പിന്നെ അവിടെ പാൻക്രിയാസിൽ പാൻക്രിയാറ്റിക് അമലൈസ് ഉണ്ടാവും. അത് പാർഷ്യലി ഡൈജസ്റ്റ് സ്റ്റാർച്ചിനെ അഗെയിൻ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രോട്ടീനെ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം ഡൈജസ്റ്റ് ചെയ്യുന്നു. ലിപ്പേസസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ലിപ്പിഡ് ഇൻറ്റു ഫാറ്റി ആസിഡും ഗ്ലിസറോളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും എൻസൈമാണ് അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെയുള്ളത് ഡിയോഡനാണ്. ഡിയോഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഇതാണ് ഡിയോഡൻ എന്ന് പറയുന്നത്. ഈ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, അതായത് ഗോൾ ബ്ലാഡറിൻ്റെയും ലിവറിൻ്റെയും ഒക്കെ നമ്മുടെ പാൻക്രിയാസിൻ്റെ ഒക്കെ ഇടയിൽ വരുന്നതാണ് ഡിയോഡനം. ഇവർ ബയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ്, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയലും പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ഒക്കെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസൊക്കെ ഗോൾ ബ്ലാഡറിൽ നിന്ന് നേരെ എൻട്രി ചെയ്യുന്നത് ഈ ഒരു പൈപ്പ് പോലുള്ള പാർട്ടാണ്. ഇതിനെയാണ് നമ്മൾ ഡിയോഡനം എന്ന് പറയുക. ഈ ഡിയോഡനം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതായത് ഇവിടെയാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിയോഡനത്തിൻ്റെ ഈ ഒരു അഗ്രഭാഗത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡിയോഡനത്തിൽ കുറച്ച് പ്രോസസ്സൊക്കെ നടന്നതിന് ശേഷമാണ് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിലെ ഡൈജഷൻ നടക്കുക. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഫുഡിൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുക സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ് ആർ പ്രസൻറ്റ് ഹിയർ. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടിയാസിസ് ഉണ്ട്, കൺവേർട്ട് പ്രോട്ടീനിനെ, അതായത് പ്രോട്ടീൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ ലാസ്റ്റ് നടക്കുന്നത് അവന് അമിനോ ആസിഡൊക്കെ ആക്കി മാറ്റുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ബാക്കിയുള്ള ഡൈജഷൻ പ്രോസസ്സും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ് ഗ്ലൂക്കോസും ഫാറ്റി ആസിഡും ഗ്ലിസറോളൊക്കെ ആക്കി മാറ്റാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് എല്ലാ ഡൈജഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സിമ്പിൾ അബ്സോർബബിൾ ഫോമിനെ നമ്മൾ ബോഡിയിൽ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യാൻ പാകത്തിന് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്തു? ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് സിമ്പിൾ ഫോമിലേക്ക് മാറ്റി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വില്ലയ്ക്കകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് വില്ലയെ കാണുക. വില്ലൈ ഇൻസൈഡ് അവർ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് നമ്മൾ വില്ലയെ കാണുക. വില്ലയെന്ന് പറഞ്ഞാൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ് അതിൻ്റെ സ്ട്രക്ചർ. അതിൽ ഒരുപാട്, അതായത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഇന്നർ വാളിൽ കാണുന്ന ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ് വില്ലസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വില്ലൈ എന്ന് പറഞ്ഞാൽ. ഒരുപാട് സ്പേസ് ഉണ്ട് അവിടെ, അതായത് ഒരുപാട് ന്യൂട്രീഷനെ, അതായത് നമ്മൾ അബ്സോർബ് ചെയ്യാൻ പാകത്തിനാക്കിയിട്ടുള്ള മുഴുവൻ ന്യൂട്രീഷനും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി വില്ലയ്ക്കകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇനി വില്ലസിന്, അതിൻ്റെ ഒരു വില്ലസിനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ലെയർ, സിംഗിൾ ലെയർഡിനെ നമ്മൾ എപ്പിത്തീലിയൽ സെൽസ് എന്ന് വിളിക്കും. ഓക്കെ, അതായത് ആ പുറമേയുള്ള സിംഗിൾ ലെയറിനെയാണ് എപ്പിത്തീലിയൽ സെല്ല് എന്ന് വിളിക്കുക. പിന്നെ നമ്മുടെ വില്ലയ്ക്കകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത് ബ്ലഡ് കാപ്പിലറീസും ലാക്റ്റിയിലുമാണ്. ബ്ലഡ് കാപ്പിലറീസിൽ ആരൊക്കെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുക, അതേപോലെ ലാക്റ്റിയിൽ ആരൊക്കെയാണ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബ്ലഡ് കാപ്പിലറീസിൽ അബ്സോർബ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്. അതേപോലെ തന്നെ ലാക്റ്റിയിൽ നമ്മൾ ബാക്കി വരുന്ന ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വില്ലയിലാണ് നമ്മളെല്ലാ ന്യൂട്രിയൻസും ഇപ്പോൾ ഉള്ളത്. ഇനി വില്ലയിൽ നിന്ന് വേണം നമ്മുടെ ബ്ലഡിലൂടെ നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡിയിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ് കൊണ്ടുപോകുക. അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. അവിടെ ബാക്കി വരുന്ന വേസ്റ്റിനൊക്കെ രക്തത്തിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? എക്സ്ക്രേറ്റ് ത്രൂ ആനസ് വഴി പുറത്തേക്ക് കളയാണ് ചെയ്യുക. അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വാട്ടറിൻ്റെയും അതേപോലെ തന്നെ വൈറ്റമിൻ്റെയും ഒക്കെ അബ്സോർപ്ഷനും കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ന്യൂട്രീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ദെൻ അഗെയിൻ നമ്മൾ നോക്കുന്നത് നമ്മുടെ രണ്ടാമത് ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ
ഇൻസ്പിരേഷനാണ്, അത് റെസ്പിറേഷനാണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പിറേഷനും അതേപോലെ ബ്രീത്തിങ്ങും സെയിം ആണോ എന്ന് ചോദിച്ചാൽ നോട്ട് സെയിം. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രേക്ക് ഡൗൺ ചെയ്യാണ് ചെയ്യുക. അതായത് നമ്മൾ കഴിച്ചിട്ടുള്ള ഈ ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, നമുക്കറിയാം നമുക്ക് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പാകത്തിന് നമ്മളാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, ബ്രീത്തിങ് പ്രോസസ്സല്ല റെസ്പിറേഷൻ. നമ്മൾ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ ഹെൽപ്പോട് കൂടി ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതിലൂടെ ടു ഗെറ്റ് എനർജി, ദാറ്റ് ഈസ് റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് റെസ്പിറേഷൻ ഉണ്ട്, അതായത് ബ്രീത്തിങ് ഈസ് എ പാർട്ട് ഓഫ് റെസ്പിറേഷൻ. ബ്രീത്തിങ് ഇറ്റ് സെൽഫ് നോട്ട് എ റെസ്പിറേഷൻ. അതായത് ബ്രീത്തിങ് എന്ന് പറയുന്നത് നമുക്ക് എന്തല്ല പറയുകയാണെങ്കിൽ ബ്രീത്തിങ് എന്ന് പറയുന്നത് ടോട്ടലി റെസ്പിറേഷൻ അല്ല. അപ്പോൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയാം. ഒരിക്കലും റെസ്പിറേഷൻ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് എ ബ്രീത്തിങ്. ഓക്കെ, അതായത് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ബ്രീത്തിങ് അല്ല എന്ന് പഠിച്ചു വെക്കുക. ബ്രീത്തിങ് ഈസ് എ പാർട്ട് ഓഫ് റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ബ്രീത്തിങ്ങിൽ എന്താണ് മെയിനായിട്ട് നടക്കുന്നത്? ബ്രീത്തിങ്ങിൽ നമുക്ക് വെൻറ്റിലേഷനാണ് നടക്കുന്നത്. വെൻറ്റിലേഷൻ മീൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നു, അതേപോലെ കംസ് ഔട്ട് പുറത്തോട്ടേക്ക് കളയുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്കെ, അപ്പോൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ വെൻറ്റിലേഷനാണ്, അതായത് ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുന്നു, അതായത് എൻറ്റർ ഇൻ ടു ദ ലങ്സ് ആൻഡ് കംസ് ഔട്ട്, പുറത്തേക്ക് പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കംസ് ഔട്ട്. അതാണ് വെൻറ്റിലേഷൻ എന്ന് പറയുന്നത്. അതായത് വെൻറ്റിലേഷനിൽ മെയിൻലി ആരൊക്കെ ഉണ്ടാവും? ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ഉണ്ടാവും. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സും ദ പ്രോസസ് ബൈ വിച്ച് എയർ ഇൻസൈഡ് ദ ലങ്സ് എക്സിസ്റ്റ് ത്രൂ നോസ്ട്രിൽസ്. അതിനെയാണ് നമ്മൾ എക്സ്പിറേഷൻ എന്ന് പറയുക. ഇൻസ്പിറേഷനും എക്സ്പിറേഷനും കൂടിയതാണ് വെൻറ്റിലേഷൻ. വെൻറ്റിലേഷൻ എന്ന് പറയുന്നതാണ് ബ്രീത്തിങ്. ഓക്കെ, അതിനിവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ എൻറ്റർ ചെയ്യുന്നു, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലേ, പുറത്തോട്ടേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കറിയാം റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ, അതായത് സെല്ലുലാർ റെസ്പിറേഷൻ ഓൾസോ നോൺ എ സെല്ലുലാർ റെസ്പിറേഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം? എന്തുകൊണ്ടാണ്? യെസ്, അതായത് റെസ്പിറേഷൻ ഹാപ്പനിങ് ഇൻസൈഡ് അവർ സെൽ, അതായത് സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് റെസ്പിറേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വില്ലക്കകത്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗലക്ടോസും അമിനോ ആസിഡും ഗ്ലിസറോളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ സെല്ലിൽ ഇതേപോലെ നിന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി മോളിക്യൂൾസ് ആക്കി മാറ്റണം, വേണ്ടേ? അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ATP ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്കത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ആ ഒരു സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് നമ്മുടെ സെല്ലിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കാണാറുണ്ട്, നമ്മൾ പുറത്തോട്ടേക്ക് കളയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന്. ഹൗ ടു ഐഡൻറ്റിഫൈ ദയും. അപ്പോൾ അത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതിന് സിമ്പിൾ എക്സ്പെരിമെൻറ്റ് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 2 ടെസ്റ്റ് ട്യൂബിൽ, ഒന്നിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറും ഒന്നിൽ നമ്മുടെ ബ്രീത്തും, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എക്സേൽ ചെയ്തിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടന്ന സമയത്ത്, അതായത് നമ്മൾ അവിടെ 2 ടെസ്റ്റ് ട്യൂബിനകത്ത് ലൈം വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ആ ഒരു ലൈം വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ഇപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ലൈം വാട്ടർ മിൽക്കി കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം അതിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ അത് ഇവിടെ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് മോർ ഇൻ ദ എക്സേൽ എയർ ആണ് അതിന് ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റെസ്പിറേഷനിൽ മെയിൻലി നമ്മൾ എയറോബിക് റെസ്പിറേഷനും എനഎറോബിക് റെസ്പിറേഷനും പഠിക്കുന്നുണ്ട്. എന്താണ് എയറോബിക് റെസ്പിറേഷൻ, എന്താണ് എനഎറോബിക് റെസ്പിറേഷൻ? എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ബൈ യൂസിങ് ഓക്സിജൻ, അതായത് ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ട് റെസ്പിറേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയാം. അപ്പോൾ എയറോബിക്കും എനഎറോബിക് റെസ്പിറേഷനും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന റെസ്പിറേഷനാണ് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയാം. അപ്പോൾ എനഎറോബിക് എന്ന് പറഞ്ഞാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ ആബ്സെൻസിൽ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എനഎറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പോയിൻറ്റ്സൊക്കെ. പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ് എയറോബിക് റെസ്പിറേഷൻ, കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്, ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്,
കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജിയാണ് കിട്ടുക. ഇത് സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്നു, അതേപോലെ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. ഹയർ ഓർഗാനിസം അതായത് ഹ്യൂമൻ ബീയിങ്സ്, സം ആനിമൽസിലാണ് ഇത് നടക്കുക. ഇനി എനറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്, പാർഷ്യൽ ഓക്സിഡേഷൻ നടക്കുന്നു, സ്മോൾ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്, എഥനോൾ, കാർബൺ ഡൈ ഓക്സൈഡ്, എനർജി ഒക്കെയാണ് നടക്കുക. ഇത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് മാത്രമാണ് നടക്കുക. ലോവർ ഓർഗാനിസം ആണ് നടക്കുക. ലോവർ ഓർഗാനിസത്തിൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ലാസോബാസിലസ്, ലാക്ടോബാസിലസ് ബാക്ടീരിയ, അതേപോലെ ഈസ്റ്റ്, ഇവരുടെ കേസിലാണ് എനറോബിക് റെസ്പിറേഷൻ നടക്കുക. ഇനി നമുക്കതിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ നമുക്കറിയാം, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ് ഒക്കെ ആയിട്ടാണ് എത്തുക അല്ലേ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഫോമിലാണ് സെല്ലിൽ ഇതുണ്ടാവുക, സ്റ്റോർ ചെയ്യുക ഗ്ലൂക്കോസിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ ഫോമിലുള്ളതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ATP ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ATP ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗ്ലൂക്കോസിന്, അതായത് 2 സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ കേസിൽ, ഇന്ന ഹ്യൂമൻ ബീയിങ്സ് അതേപോലെ തന്നെ സം ആനിമൽസിൻ്റെ കേസിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിനെ 2 സ്റ്റെപ്പായിട്ടാണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഒന്ന് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 കാർബൺ മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ളതാണ് ഗ്ലൂക്കോസ്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സ്റ്റെപ്പിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ 6 മോളിക്യൂൾസുള്ള ഗ്ലൂക്കോസിനെ ഡിവൈഡ് ചെയ്യുക, അത് കൺവേർട്ടഡ് ഇൻറ്റു പൈറുവേറ്റ് ആക്കി മാറ്റുക. ഓക്കെ, അതിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന സ്റ്റെപ്പ്, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പൈറുവേറ്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ പൈറുവേറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. അതായത് 6 കാർബൺ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 3 കാർബൺ മോളിക്യൂൾസ് ആക്കി മാറ്റുക, അതിനെയാണ് നമ്മൾ പൈറുവേറ്റ് എന്ന് പറയുക. അതേപോലെ ഇവിടെ വെച്ചിട്ട് നമുക്ക് എനർജി റിലീസ് ആവുന്നുണ്ട്, സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി ഇൻ ദ കേസ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ്, നമ്മുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പോട് കൂടി നമ്മുടെ ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ് ഡൈജഷൻ ബ്രേക്ക് ഡൗൺ നടക്കില്ല. അപ്പോൾ പൈറുവേറ്റ് നേരെ പോകുന്നത്, അതായത് സൈറ്റോപ്ലാസത്തിൽ പൈറുവേറ്റ് ആയ ആ ഒരു പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് അഗെയിൻ ബ്രേക്ക് ഡൗൺ ഇൻറ്റു രണ്ടാമതും ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എവിടെ വെച്ച് നടക്കുന്നു? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട്. നമ്മുടെ പവർ ഹൗസ് എന്ന് പറയുന്ന മൈറ്റോകോൺട്രിയയിലേക്ക് നേരെ പോകുന്നു സൈറ്റോപ്ലാസത്തിൽ നിന്നും. അത് വീണ്ടും അഗെയിൻ എന്ത് ചെയ്യാണ്? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തായിട്ട് മാറുകയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജി ആയിട്ട് മാറുകയാണ്. ഇവിടെ ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം, ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആക്കി മാറ്റുന്ന സ്റ്റെപ്പിന് നമ്മളൊരു പേര് പറയും, ദാറ്റ് ഈസ് ഗ്ലൈക്കോലിസിസ്. അതിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോലിസിസ്. അപ്പോൾ ഗ്ലൈക്കോലിസിസ് എന്ന പ്രോസസ്സിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് ഗ്ലൈക്കോലിസിസ്. ഓക്കെ, ഗ്ലൈക്കോലിസിസ്. അപ്പോൾ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പൈറുവേറ്റ് ആക്കി മാറ്റുക. സെക്കൻഡ് സ്റ്റെപ്പാണ് പൈറുവേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറാക്കി മാറ്റുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രബ് സൈക്കിൾ എന്ന് വിളിക്കുക. ക്രബ് സൈക്കിൾ. ഓക്കെ, ക്രബ് സൈക്കിൾ എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. ഒന്നാമത്തെ ഗ്ലൈക്കോലിസിസ് സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്നു. ഇത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും, അതായത് എയറോബിക് റെസ്പിറേഷൻ, ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ടുള്ള റെസ്പിറേഷനിലാണ് ഇത് നടക്കുക. ഇനി എനേറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പാണ്. അതായത് പൈറുവിക് ആസിഡ് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് പൈറുവേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാണ്? നേരെ കാർബൺ ഡൈ ഓക്സൈഡും എഥനോളാക്കിയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നടക്കുന്നത് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ്റെ ആബ്സെൻസിലാണ്, ഈസ്റ്റിലാണ് നടക്കുക. അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജി ആയിരിക്കും. ഇവിടെ ഓക്സിജൻ യൂസ് ചെയ്തിട്ടല്ല, സോ എനേറോബിക് റെസ്പിറേഷനാണ് നടക്കുക. ഇനി ചില കേസിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിലും എനേറോബിക് റെസ്പിറേഷൻ നടക്കാറുണ്ട്. നമ്മൾ ഓവറായിട്ട് എക്സസൈസ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ ഒരുപാട് ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്ന സമയത്ത്, എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യാറുണ്ട്. നമ്മുടെ മസിൽസിൽ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എനേറോബിക് റെസ്പിറേഷനാണ് നടക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസിൽസ് എന്ത് ചെയ്യും? അവിടെ റെസ്പിറേഷൻ നടക്കാതെ എന്ത് ചെയ്യും?
ഭയങ്കര എനറോബിക് റെസ്പിറേഷൻ ആണ് അവിടെ നടക്കുക. അപ്പോൾ മതിയായ ഓക്സിജൻ ഇല്ലാതാവുകയും നമുക്ക് എനർജിയൊക്കെ ഇല്ലാതാവുകയും ചെയ്യും. ആ സമയത്ത് നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റെസ്പിറേഷൻ നടന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ചില സമയത്ത് ലാക്ക് ഓഫ് ഓക്സിജനിൽ നമുക്ക് എന്ത് നടക്കാറുണ്ട്, എനറോബിക് റെസ്പിറേഷൻ നടക്കാറുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്റ്റിക് ആസിഡ് ആണെന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെസ്പിറേഷനായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ നമുക്കറിയാം, ബ്രീത്തിങ് ആണ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ആൽവിയോളയാണ്, അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ, സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു. ഇനി നമുക്കറിയാം ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സിലൂടെ നമ്മുടെ സെല്ലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് ഓക്സിജൻ പിന്നെ എൻ്റർ ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ആൽവിയോളയ്ക്കകത്ത് വെച്ചിട്ടാണ് മുഴുവൻ പ്രോസസ്സ് നടക്കാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പാർട്ടിലേക്ക് പോകാം, ആ ഒരു പാർട്ട് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.